ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജൂലൈ 3 വിശുദ്ധ തോമാസ് ലീഹയുടെ ദുക്രാന തിരുനാൾ ആഘോഷിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ വ്യത്യസ്തമായ ഒരു ശൈലി കൊണ്ട് ശ്രദ്ധേയനാണ് ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ തോമാസ് ലീഹ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്ലീഹായെ സംബന്ധിച്ച് 3 പരാമർശങ്ങളുണ്ട്. 3 ഏറെ പ്രാധാന്യമുള്ളത് തന്നെ. കേരളത്തിൽ 7 സ്ഥലങ്ങളിൽ കുരിശുകൾ സ്ഥാപിച്ചു. ഈ സ്ഥലങ്ങളിൽ ചരിത്രപ്രധാനമായ ദേവാലയങ്ങളുമുണ്ട്. ലേഖനം വിശുദ്ധ പൗലോസ് ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകരും ആകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിട്ടിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം. സംശയിക്കുന്ന തോമ എന്ന പരമ്പരാഗത വ്യാഖ്യാനം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ദൈവശാസ്ത്ര ആഭിമുഖ്യങ്ങൾക്ക് നിരസിക്കുന്നതല്ല. അവനെ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് തോമസ് ലീഹയെ കൊണ്ട് യോഹന്നാൻ പറയിക്കുന്നതിൽ പ്രത്യേകമായ ദൈവശാസ്ത്ര പദ്ധതിയുണ്ട്. ദൈവത്തെ കണ്ടവന് മാത്രമേ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകമായ ഊന്നലാണ്. കാണുക എന്ന പദം അനേക തവണ ഈ സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഭാരതം ദൈവത്തെ കണ്ടവരുടെ നാടാണ്. ഋഷിമാർ എന്നതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം തന്നെ സീഡ്സ് കണ്ടവർ എന്നാണല്ലോ. ദൈവത്തെ കണ്ടവരുടെ നാട്ടിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കേണ്ട തോമസ് തീർച്ചയായും ഉത്തിതനായ ദൈവത്തെ കണ്ടവനായിരിക്കണം. വിശ്വസിക്കില്ല എന്നല്ല, അവിടത്തെ പ്രഘോഷിക്കാൻ എനിക്ക് അവിടത്തെ കാണണം എന്നാണ് തോമസ് പറയുന്നത്. ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ കണ്ട് പ്രഘോഷിക്കുന്നവനായിരിക്കണം. കാണാത്തതിനെ പ്രഘോഷിക്കുന്നതിലായിരിക്കണം പല പ്രഘോഷണങ്ങളും ഫലപ്രദമാകാത്തത്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി.